നമുക്കിങ്ങനെ നല്ല നല്ല ബീഫ് കിട്ടിയില്ലേ? 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഉണങ്ങാൻ നല്ല പണിയാണ് അല്ലേ? പുകയത്ത് വെച്ച് കുറെ ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉണങ്ങുന്നത്. നോക്കണം, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിജയം. പുറത്ത് നമ്മളിതൊരു ബിസിനസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പുകയത്ത് ഉണക്കാലും മതി. 1/2 കിലോ ബീഫ് നമ്മുടെ ഡീഹൈഡ്രേറ്ററിൽ വെച്ചിട്ട് ഉണങ്ങി പൊടിച്ച് നമ്മൾ കഴിഞ്ഞു. അപ്പൊ നല്ലൊരു ചെറിയ ബിസിനസ് ആണ്. ചെറുതായിട്ട് നമുക്ക് വീട്ടിൽ തുടങ്ങാം. ഇതുപോലൊരു മിഷൻ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വളരെ 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 അതെ, അത് ചെറിയ പൈസ 5000 രൂപയുടെ താഴെ ഉള്ളൂ. ഏറ്റവും ചെറിയ മെഷീനാണിത്. ഇതിനകത്ത് അധികം വലുതാക്കുന്നില്ല. ഒരേ കട്ടിയില് ഒരേ കനത്തിലാക്കാം. 1/2 ഇഞ്ച് കനത്തിലാണ് അമ്മ ആക്കിയത്. ഏകദേശം അതേ കനത്തിലാണ് എല്ലാം ആക്കുന്നത്. നമുക്കിതൊന്ന് കത്തികളൊക്കെ ഇങ്ങനെ അമുക്കി കൊടുക്കാൻ ലെവലാക്കി കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. നമ്മൾ നല്ല മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കഴുകിക്കൊണ്ട് വരാം. വെള്ളത്തിന്റെ അംശം പിഴിഞ്ഞങ്ങ് എടുക്കാം. ശകലം ഉപ്പ് വേണം, ശകലം മഞ്ഞപ്പൊടി വേണം, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി. ഞങ്ങളൊന്ന് തിരുമ്മ നമ്മുടെ മെഷീനിലേക്ക്. നമ്മുടെ ഇത് പരീക്ഷണമാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് വെക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാവുന്ന വീഡിയോ മുഴുവൻ കണ്ടു നോക്കാം. ഉണങ്ങുന്നുണ്ട്, വെയിലത്ത് വെച്ച് ഉണങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ മെഷീനിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഉണക്കുന്നത്. അടുത്ത് തട്ട് വെക്കുക. ചെറിയ മെഷീനായിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് അല്ലെ? ഇത് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, അതുകൊണ്ട് ഫുഡ് ഗ്രേഡ് ആണ്. ഇതുകൊണ്ട് ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിൽ 20 മണിക്കൂറാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം. നമ്മൾ 3ാമത്തെ തട്ട് വെക്കുവാണ്. മെഷീൻ ഓൺ ആക്കുവാണ്. 10 മണിക്കൂർ തൽക്കാലം വെക്കുന്നത്. ബീഫ് വെച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞു. 10 മണിക്കൂർ നമ്മൾ സെറ്റാക്കി വരുന്നത്. ഇത് തുറന്നു നോക്കാം. ആയിട്ടില്ല, അകത്തൊക്കെ വെള്ളമുണ്ട്. പുറമൊക്കെ നല്ല വെള്ളം വലിഞ്ഞു. അപ്പൊ ഇതൊന്ന് തിരിച്ചിടാം. ഇതാ 1ാമത്തെ തട്ട്, 2ാമത്തെ തട്ട്, ഇതാ 3ാമത്തെ തട്ട്. അപ്പൊ ഇതാ ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. നമ്മള് ഇത് കൊറേ സമയം എടുക്കുമെന്നാ വിചാരിച്ചത്. 10 മണിക്കൂറായുള്ളൂ. നല്ല കിലായിട്ടുണ്ട്. ഇതാ അതിന്റെ ഉണക്കിന്റെ ഭാഗം എങ്ങനെയാണെന്നറിയാമോ? ഈ വെള്ളം കുടിക്കുമ്പോ ഈ വെള്ളം കാണുന്നു. അടിപൊളി ആയിട്ടുണ്ട്. നമ്മളെ ചെറിയൊരു മെഷീൻ. ഇത് കിട്ടാവുന്നതിൽ ഏറ്റവും ചെറിയ ഡീഹൈഡ്രേറ്റർ ആണ്. ഒരു വീട്ടിലേക്കൊക്കെ മേടിച്ച ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. പാക്ക് ചെയ്യാം. 170 ഗ്രാം. 1 കിലോ ഉണ്ടെങ്കിൽ 300 ഗ്രാം കിട്ടും. 1 കിലോ ഇറച്ചി തുടങ്ങി കഴിഞ്ഞാൽ 300 ഗ്രാം നമുക്ക് സപ്ലൈ കിട്ടും. 1 കിലോയ്ക്ക് 400 രൂപയാണ് വില അല്ലേ? 400 രൂപയാണ് വില. ഉണക്കറിക്ക് നല്ല വിലയുണ്ട്. 1000 രൂപയുടെ മുകളിലൊക്കെ വിലയുണ്ട്. അപ്പൊ വലിയ പണിയൊന്നുമില്ല. ഒരു ചെറിയതായിട്ട് തുടങ്ങാൻ വേണ്ടിട്ട് വലിയ പണികളൊന്നുമില്ല. നമുക്ക് അറിയുന്ന ആളുകൾക്ക് കൊടുത്താൽ മതി. ആവശ്യമനുസരിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ മതി. അതെ, നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാം. 10 മണിക്കൂർ മതി. അതെ, ഓർഡർ എടുത്ത് കഴിഞ്ഞിട്ട് ഉണക്കിയാലും മതി. അപ്പൊ ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായിട്ട്